ഇന്ന് രാവിലെ ഞാൻ താഴത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും തന്നെ പൂച്ചക്കുഞ്ഞിൻ്റെ അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂച്ചക്കുഞ്ഞ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി ഇറങ്ങി വന്നേ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ തുള്ളിക്കളിച്ച് കിടക്കുകയാണ് കേട്ടോ. അവളെ പറ്റിയൊരു വീട്ടിലേക്കാണ് നമ്മൾ പറഞ്ഞു വിട്ടേക്കുന്നത്. കാരണം ചേട്ടൻ അവൾക്ക് വേണ്ടിയിട്ട് മീനും ചോറൊക്കെയാണ് അവൾക്ക് കൊടുക്കുന്നത്. പാലൊന്നും അങ്ങനെ കുടിക്കണില്ല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഇവിടുന്ന് പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കളിയായി കടിയായി ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി പോകാറില്ല കേട്ടോ. ഒരു കരച്ചിലും ഇല്ല ബഹളം ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പൂച്ചക്കുഞ്ഞ് ഈ പഞ്ഞി ഉണ്ടല്ലോ അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലായിടത്തും കൂടെ നിരത്തിയിട്ടേക്കാണ്. അതൊക്കെ പിറക്കി കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടിയിട്ട് ഒരു 3-4 മാസം ആയിട്ടുള്ളേ. ഒരു മഴക്കാലത്താണ് എനിക്ക് അതിനെ കിട്ടണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റൂമിലേക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ ആനശല്യമാണല്ലോ. അപ്പോൾ ഞാൻ റൂമിൽ നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് റോഡ് സൈഡിൽ പൂച്ചക്കുഞ്ഞിനെ കിട്ടണേ കേട്ടോ. നമ്മുടെ കൈവെള്ളയിൽ കിട്ടാനുള്ള വെക്കാനുള്ളൊരു പരുവുണ്ടായിരുന്നില്ല കേട്ടോ. ആരോ കണ്ണ് തുറന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന് കളഞ്ഞാണേ. മഴയൊക്കെ നനഞ്ഞ് ഭയങ്കര ചുമയായതുകൊണ്ട് ഞാൻ കഴുത്തേൽ ഇങ്ങനെ തുണിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തുമ്മലും ചുമയായിരുന്നു. ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഈ പൂച്ചക്കുഞ്ഞിൻ്റെ അവസ്ഥ ഇരുന്നത്. എല്ലാവരും തന്നെ പറഞ്ഞു വെറുതെ വളക്കണയാണ് മോളെ, ഇതിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അമ്മ അമൃതം പൊടി ഉണ്ടല്ലോ, അമൃതം പൊടിയുടെ ഒരു പാക്കറ്റ് ഭാഗ്യത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പാലിൽ കലക്കിയിട്ട് കുറുക്കിയെടുത്തു. എന്നിട്ട് വിരലി മുക്കിയിട്ടാണ് ഇതിന് കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം പാലൊന്നും നക്കി കുടിക്കാൻ പാകത്തിന് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവൾ വളർന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറത്തില്ല. നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും പശുവിനെ അഴിക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ പുല്ല് വെട്ടാൻ പോവുകയാണോ എത്തിലേ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം വരും കേട്ടോ. ചില സമയം നമ്മുടെ കൂട്ടത്തിൽ ഓട്ടോ ഒരു ബാഗിൻ്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എതിലാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്കൊക്കെ വരും.